അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജെയിംസ്, ചന്ദ്രനഗർ ഇടവയിൽ നിന്ന് വരുന്നു. ഇവിടെ ശുശ്രൂഷയിൽ അംഗമാണ്. ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന്, സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് 36 വർഷത്തെ സർവീസ് കഴിഞ്ഞ് റിട്ടയർഡായി 2023. 2008 ഈ പാലക്കാട് ഓഫീസിൽ നിന്ന് കോഴിക്കോട് ഓഫീസിലേക്ക് പ്രൊമോഷനായിട്ട് പോയി. ആ അവസരത്തിൽ അവിടെ ഒരു വീട് വാങ്ങി ഞാൻ. ആദ്യം 6 മാസം വാടകയ്ക്കായിരുന്നു. പിന്നെ 3 മക്കളുണ്ട്, വൈഫും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പല വീടുകൾ മാറുന്നതുകൊണ്ട് അവിടെ ഒരു വീട് ലോൺ എടുത്തിട്ട് വാങ്ങിയതാണ്, പേഴ്സണൽ ലോണൊക്കെ എടുത്ത്. അത് കഴിഞ്ഞ് 2013 കോയമ്പത്തൂർ ഓഫീസിലേക്ക് ട്രാൻസ്ഫറായി. അത് 2021 പാലക്കാട് ഓഫീസിൽ തിരിച്ച് ട്രാൻസ്ഫറായി. 2023 റിട്ടയർഡ് ചെയ്തു. ഈ കോവിഡ് സമയത്ത് വേണ്ട രീതിയിൽ പോയിട്ട് ആ വീട് നോക്കാൻ സാധിച്ചില്ല. അത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. വീടിന് കാര്യമായിട്ട് കേടുപാടുകളൊക്കെ സംഭവിച്ചു. അപ്പോൾ പിന്നെ അത് ഇവിടെ നമ്മൾ താമസിക്കുന്ന അവിടെ പോയി നോക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ആ വീട് പിന്നെ വിൽക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഈ ശുശ്രൂഷയിൽ വന്നിട്ട് പങ്കെടുത്ത് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അച്ഛൻ കൈപിടിച്ച് പിന്നെ തലയിൽ ആശ്രയിക്കുന്ന സമയത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു വീട് വിൽക്കേണ്ട സാഹചര്യമുണ്ട്, അപ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് പറയണം. അച്ഛൻ കേട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വീട് വിൽക്കാൻ കുഴപ്പമില്ല, മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് പിന്നെ hello.com പിന്നെ ഇത് പബ്ലിഷ് ചെയ്തു. പക്ഷേ പലരും വന്നു, വേണ്ട രീതിയിൽ അത് നടന്നില്ല. അപ്പോൾ അവിടെ കോൺട്രാക്റ്റ് കൊടുത്ത ഒരാൾ മുഖേന ഒരു ബ്രോക്കർമാർ സമീപിച്ചു. പിന്നെ അങ്ങനെ വിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എഗ്രിമെൻ്റ് എഴുതി ടോക്കൺ മേടിച്ചു. ടോക്കൺ മേടിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വ്യവസ്ഥ പ്രകാരമല്ല പിന്നീട് നീങ്ങുന്നത്. ലോൺ എടുക്കണം, ലോൺ പ്ലെഡ്ജ് ചെയ്യണം വീട്, അങ്ങനെയുള്ള രീതി വന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു, മലാക്കി 4:2 മലാക്കി 4:3 വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സ്വീകരിക്കും, അതിൻ്റെ ചെറിയ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി പോലെ നിങ്ങൾ തുള്ളിച്ചോടും, സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽക്കടി ചാരം പോലെ ആയിരിക്കും. ഈ വചനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. വൈഫ് ഇവിടെയായിരുന്നു, ഞാൻ അവിടെ പല പണികളുമായിട്ട് കോഴിക്കോട് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും 3-3:30 ആകുമ്പോൾ പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന, ഈ നീല പുസ്തകത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും. പ്രജിത്തരായിട്ട് പ്രാർത്ഥന പഠിക്കും. രാത്രിയിലും അതിരാവിലെയും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പല തടസ്സങ്ങൾ വന്നു. ഈ പിന്നെ എഗ്രിമെൻ്റ്, നമ്മുടെ ഈ ടൈറ്റിലിൻ്റെ ആധാരം, അതെല്ലാം പേയ്മെൻറ്റിന് മുന്നേ തന്നെ അവർക്ക് കൈമാറണം. അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നും കൂടെ പേടിക്കണം. ഞാൻ പിന്നെ ഏഷ്യ 49:24-25 ശക്തനെന്നിരയോ സേച്ചാവിൽ നിന്ന് അടിമകളെ പിടിക്കാൻ കഴിയോ, കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തൻ അടിമകളെ പിടിക്കുകയും സേച്ചാവിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും, എന്തുകൊണ്ട് ഞാൻ നിന്നോട് പോരാടുന്നുകൊണ്ട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുന്നു എന്നീ വചനം വെച്ച് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ച് എല്ലാ പ്രതിസന്ധിയിൽ നിന്നും മാറി. അതോടൊപ്പം തന്നെ നമ്മൾ സഭയ്ക്ക് വേണ്ടി, ഈ ആലയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ആ അവസരത്തിൽ രോഗമുണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശക്തമായി ഞങ്ങൾ രണ്ടുപേരും വളരെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ആ വീട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിൽക്കുവാൻ സാധിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരാഴ്ച മുന്നേ വിൽപ്പന നടന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഒറ്റ ഫലമായിട്ടാണ് അത് വിൽക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ലായിരുന്നു. യേശുവേ സ്തോത്രം, യേശു. പല വിധത്തിലുള്ള തടസ്സങ്ങളും പലവിധ ബുദ്ധിമുട്ടുകളും ഉള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കത് അറിയാം. അപ്പോൾ അത് വിൽക്കാൻ പറ്റുന്നതല്ല, പക്ഷെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തമ്പുരാൻ ഇടപെട്ടു, തമ്പുരാൻ അവതാരം കാണിച്ചു. ഈസിയായിട്ട് കർത്താവ് വിറ്റ് ആ മേഖലയിൽ അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തു.